പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയമാണ്. അപ്പൊ അതില് നമുക്ക് നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം വിധി വരുന്നത് വരെ ഒരാളെയും കുറ്റവാളിയായി ചിത്രീകരിക്കരുത് എന്നുണ്ട്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ കംപ്ലീറ്റ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം. കോടതി പറയാൻ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയധികം പ്രാധാന്യം, ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ്. കാരണം നിയമസഭ സാമാജികൻ, ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം. പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ ഇല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം. തങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല കുറച്ച് കഥകൾ കൂട്ടി പറയാൻ എന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചില ചാനലുകൾക്ക്, റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചില ചാനലുകൾ അജണ്ട വെച്ച് തയ്യാറാക്കി രാവിലെ തൊട്ട് നടത്തുന്ന ഈ കഥാപ്രസംഗത്തിലൊക്കെ വാസ്തവവും വസ്തുതയും എത്രത്തോളം കടന്നു കയറുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാൻ ശ്രമിക്കണം. അപ്പൊ അവനവന്റെ വിഷയങ്ങളിലേക്ക്, അവനവന്റെ ഉള്ളിലെ വിഷയങ്ങൾ, അവിടുത്തെ ജീവനക്കാരുടെ വിഷയങ്ങൾ, അവിടുത്തെ മേധാവിയുടെ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു കരുതലും കരുണയും ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയും ധർമ്മബോധവും ഒക്കെ എവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടേ മതിയാകും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒന്നാമതൊരു പരാതി പോയതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, കോടതി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പീഡനാരോപണം നിലനിൽക്കില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞതല്ല, കോടതി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത് ബാംഗ്ലൂർ മറ്റോ ഉള്ള ഒരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന കേസിലും മനസ്സിലാക്കേണ്ടത് പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി. അവിടെയും നമ്മൾ കോടതിയുടെ സംശയങ്ങൾ പാടില്ല, ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത് ഇപ്പോൾ വന്നൊരു പരാതി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചൊരു പരാതി എന്ന് പറയുന്നത്, നമുക്കിവിടെ പ്രശ്നം ഒരു ആളെ ചൂഷണം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു, അത്തരത്തിലൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ക്ഷമിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പവും ഈ പറയപ്പെടുന്ന, എല്ലാവരും പറഞ്ഞ് ശീലിച്ച ഒഴിവാക്കപ്പെടേണ്ട ആ ഇരയ്ക്കൊപ്പവും തന്നെയാണ് നിൽക്കേണ്ടത്. ആ ഇരയ്ക്കൊപ്പവും അതിജീവിതയ്ക്കൊപ്പവും തന്നെ നമ്മൾ എല്ലാവരും നിലയുറപ്പിക്കണം. പക്ഷേ അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. അപ്പൊ അത് കാര്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിൽക്കണം. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഈ പറഞ്ഞ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങളെയൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു, അതിലൊന്നും ഒരു പരാതിയും ഇല്ല. ഞാനൊരു സദാചാര പോലീസിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബന്ധങ്ങളിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിവാഹിതയല്ല, അപ്പൊ നമ്മൾ വിവാഹിതയല്ല എന്നുള്ളത് കൊണ്ട് മൂല്യബോധം വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഇതിനെ വളച്ചൊടിക്കരുത്. വിവാഹിതരാണ് എങ്കിൽ നമ്മൾ ആ വിവാഹ ബന്ധത്തിനൊക്കെ ഒരു അർത്ഥമില്ലേ, ഒരു സുഖമില്ലേ? ഒരു മനുഷ്യൻ നമുക്കായി മറ്റൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമുള്ള, വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അത്രയും നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, നമ്മളിലേക്ക് അത്രയും സ്നേഹം തരുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ, അത് നമ്മളുടെ ഭർത്താവോ ഭാര്യയോ ആണ് എങ്കിൽ, നമ്മൾ വിവാഹിതരാണ് എങ്കിൽ, ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട്. എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളർന്നു വരത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ്, ഇപ്പൊ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അന്നേരവും പറയുമ്പോൾ അത് വലിയ എന്താ പറയാ, വികാരം അത്രയും ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ്. എന്നുവെച്ചാൽ അത്രയും നമ്മുടെ സ്നേഹം ഏറ്റുവാങ്ങുന്ന, സമാനതകളില്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് എന്റെ രണ്ട് ചേട്ടന്മാരുണ്ട്, രണ്ടുപേർക്കും കുട്ടികളുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാമത്തെ ചേട്ടനൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, അതിന് 6 മാസമായിട്ടുള്ള പ്രായം. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത്രയും സ്നേഹമുള്ളൊരു കുഞ്ഞ്. ഇത് നിങ്ങളെ ഇപ്പൊ കേൾപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാല്, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ശ്രീനാദേവി കുഞ്ഞമ്മയോട് വിശദീകരണം തേടി DCC, തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടി എന്നൊരു വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. ഈ വാർത്ത എത്രത്തോളം സത്യമാണ്, വാസ്തവവിരുദ്ധമാണ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പം നിങ്ങൾ കേട്ടതിൽ എന്താണ് അസ്വാഭാവികമായിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം അവരുടെ സോഷ്യൽ മീഡിയ ലൈവിലൂടെ 1 മണിക്കൂർ 14 മിനിറ്റിലധികം വരുന്ന വലിയ ഒരു നീണ്ട ലൈവിൽ ഒരു 5 മിനിറ്റ് ഓളം വരുന്ന, 5 മിനിറ്റിൽ താഴെ വരുന്ന ഒരു സമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ പറയുന്ന രീതിയിലുള്ള വിശദീകരണം ചോദിക്കാൻ മാത്രം
ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കേൾക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ ലൈവ് ഒന്നെടുത്ത് കണ്ടു നോക്കിയാൽ മനസ്സിലാകും അവിടെ എവിടെയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എനിക്ക് മനസ്സിലാവാതിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇതിൽ എന്താണ് പറഞ്ഞത്? 1000 തവണ ആ ഒരു 4 മിനിറ്റ് സംസാരത്തിനിടയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം വേണം, അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോഴും അതിജീവിതക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾക്ക് സാധാരണക്കാരായ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ചോദ്യങ്ങൾ, ഈ കേസിനെ കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ ഒക്കെ നമുക്കുണ്ടാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ. അതിനപ്പുറം ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കേസിൽ ഒരു തരത്തിലും എവിടെയും ഒരു രീതിയിലും ഒരു കണക്ഷനും ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് സാങ്കല്പിക പരാതിക്കാരി, സാങ്കല്പിക ഇര ആവാൻ വേണ്ടി അങ്ങനെ ഒരു പരാതി നൽകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിച്ച ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം കേരളത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം, പലരും തുറന്ന് പറയാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടായ വളരെ കുറഞ്ഞ ആളുകൾ, 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ വളരെ എണ്ണാവുന്ന ആളുകൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഓഫ് കോഴ്സ് ആ അനുഭവം വെച്ചുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ പല ചോദ്യങ്ങളും ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതിന് പകരം ശ്രീനാദേവി കുഞ്ഞമ്മയോട് വിശദീകരണമല്ല ചോദിക്കേണ്ടത്. ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടത്, അല്ലേ? ആണ്. ഈ ചോദ്യങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിക്കുന്നു, അതേ ചോദ്യങ്ങൾ നമ്മളും ചോദിക്കുന്നു, കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി വേണം. അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണത്തിൽ തീരൂല എന്നുള്ളതാണ്, അല്ലേ? കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ആ വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. ആ വാർത്തകൾ എത്രത്തോളം സത്യമാണെന്ന് ചോദിച്ചാൽ 100% സത്യമല്ലെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? 100% സത്യമല്ലെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം പലപ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതുപോലെ ഈ കൂട്ടിച്ചേർക്കലുകൾ, കഥയുണ്ടാക്കൽ, കഥ മെനഞ്ഞുണ്ടാക്കൽ, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പലതും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇവർ സമീപിച്ചത്, സാങ്കല്പിക ഇരയാവാൻ വേണ്ടിയിട്ട്. രാഹുലുമായി ഒരു ബന്ധവും ഇല്ലാത്ത ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിച്ച് നിങ്ങൾ രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കണമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തലക്കെട്ടുകൾ, ഈ പറയുന്ന വാർത്തകൾക്കുള്ള അടിസ്ഥാനവും അതിൻ്റെ ഈ ജെന്യൂനിറ്റിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പലതവണ പരിശോധിക്കേണ്ടതാണ്, അല്ലേ? പിന്നെ 1ഉം 2ഉം പരാതി, ആ 1ഉം 2ഉം പരാതിയിൽ കോടതി തന്നെ പറയുന്നു ഇത് പീഡനമാകില്ല, ബലാത്സംഗമാകില്ല, അതിനുള്ള തെളിവുകളില്ല. കോടതിക്ക് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായത്, അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും രാഹുലിൻ്റെ അഭിഭാഷകരും ഒക്കെ വെച്ചത് എല്ലാ ഭാഗവും കണ്ടിട്ട് കോടതിക്ക് എന്താ തോന്നിയത്? ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധം അങ്ങനെയാണ് എന്ന് കോടതി പോലും പറയുമ്പോൾ 3ാമത്തെ പരാതി ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. 3ാമത്തെ പരാതി ആദ്യം തന്നെ രാഹുലിനെ കയറി അറസ്റ്റ് ചെയ്തു, എല്ലാ ന്യായങ്ങളെയും എല്ലാ നിയമത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലേ? അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ചത് മാധ്യമങ്ങളോടാണ്, ശ്രീനാദേവി കുഞ്ഞമ്മ വിമർശിച്ചതും മാധ്യമങ്ങളെയാണ്, ശ്രീനാദേവി കുഞ്ഞമ്മ ചോദ്യം ചെയ്തതും റിപ്പോർട്ടർ ടിവിയെയാണ്. റിപ്പോർട്ടർ ടിവിയുടെ പേരെടുത്ത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയെ സാങ്കല്പിക ഇരയാവാൻ വേണ്ടി സമീപിച്ചതും റിപ്പോർട്ടർ ടിവിയാണ്, അല്ലേ? അപ്പോൾ ഈ റിപ്പോർട്ടർ ടിവിയും ഈ മാധ്യമങ്ങളെല്ലാവരും നടത്തുന്നത് അവരുടെ അജണ്ടകൾക്ക്, അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി, അവരുടെ TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി, വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള പ്രവണതകൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഉണ്ടാക്കുമ്പോൾ ഇവർ പരാതിയിൽ പറയുന്നതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കുന്നു, അതിനെ വലിയ ഒരു വൾഗർ സ്വഭാവമുണ്ടാക്കി ചേർക്കാൻ, ഒരു ക്രൂരമായ ഒരു സ്വഭാവമുണ്ടാക്കി തീർക്കാൻ ഒക്കെ അവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടിച്ചേർക്കലുകൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ആ മാധ്യമ സൃഷ്ടി
ഈ പറയുന്ന കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാക്കുന്നത് അത് ധാർമ്മികതയാണോ എന്നുള്ള ചോദ്യമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ചു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയൊന്നും ഒരു നിലപാടും എവിടെയും അതിജീവിതക്കെതിരെ എടുത്തതായിട്ട് എനിക്ക് ഈ ഒരു 4 മിനിറ്റ് സംഭാഷണത്തിൽ 1 മണിക്കൂർ 14 മിനിറ്റുള്ള വീഡിയോ ലൈവാണ്. ആ ലൈവ് ഇരുന്ന് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ഇടയിൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൽ താഴെ വരുന്ന ഒരു സമയം മാത്രമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നത്. അതല്ലാതെ ഒരു സന്ദർഭത്തിലും ശ്രീനാദേവി കുഞ്ഞമ്മ മറ്റൊരു ഒരു ഇടത്തും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പോലുമില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതാണ് ഞാൻ നിങ്ങളത് ഫുള്ള് കേൾപ്പിച്ചത്. എവിടെയും അതിജീവിതക്കെതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കേട്ടിട്ട് എവിടെയും തോന്നുന്നില്ല. ഇനി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് എൻ്റെ കേൾവിയും എൻ്റെ ഒരു ക്യാച്ചിങ് മെൻറ്റാലിറ്റിയും പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങളുടേത്. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രതികരണം. ഇതിൽ ഈ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വിശദീകരണം തരണം അല്ലെങ്കിൽ തേടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും, ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ എന്തെങ്കിലും വിശദീകരണം ആരെങ്കിലും തേടിയിട്ടുണ്ടെങ്കിൽ ആ വിശദീകരണം തേടുന്നതിന് പകരം ഈ വീഡിയോ എന്നെടുത്ത് കണ്ട് പരിശോധിച്ചാൽ മതി. അവിടെ കേൾക്കുമ്പോൾ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിലെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അതിജീവിതയും പരാതിയും പീഡനവും ബലാത്സംഗവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഫെനി നൈനാന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം. ആ സ്ക്രീൻഷോട്ടിൽ പോലും പരാതിക്കാരി രാഹുലിനെ കാണണം, 3-4 മണിക്കൂർ വേണം, സ്വകാര്യത വേണം, സേഫ് വേണം, പ്രൈവസി വേണം, ആരും ഉണ്ടാവാൻ പാടില്ല, ഇടയിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല, 3-4 മണിക്കൂർ എനിക്ക് മാത്രമായിട്ട് വേണം എന്നൊക്കെ പറയുമ്പോൾ 2024 നടന്നത് പീഡനം തന്നെയാണോ എന്ന് നമ്മൾ ചോദിക്കും തിരിച്ച്, അല്ലേ? സ്വാഭാവികമായിട്ടും അത് ചോദിക്കും. ഓഫ് കോഴ്സ് അത് ചോദിക്കുമ്പോൾ തന്നെ ഈ പീഡനം നടന്നതിന് ശേഷം എന്തിനാ ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നത്, എന്തിനാ ഷഡ്ഡി വാങ്ങിക്കൊടുക്കുന്നത്, എന്തിനാ 2 BHK ഫ്ലാറ്റ് വേണോ, എന്തിനാ 3 BHK ഫ്ലാറ്റ് വേണോ എന്നുള്ള ചർച്ചകളിലേക്ക് കിടക്കുന്നത് എന്നുള്ളതും ചോദ്യം തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി വന്നാൽ മതി. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ കേസിനെ പ്രതികൂലമായി ബാധിക്കുന്ന തെളിവുകൾ ആരെങ്കിലും പുറത്തു വിടുമ്പോൾ അയാൾക്കെതിരെ കേസെടുക്കുക, അല്ലെങ്കിൽ അയാൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുക, അയാളെ അധിക്ഷേപിക്കുക, അയാളെ കുടുംബത്തെ അധിക്ഷേപിക്കുക എന്നൊന്നും പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനി ഇപ്പോൾ മാധ്യമങ്ങളടക്കം ഇതിനെ ഏറ്റുപിടിക്കുക. ഫെനി നൈനാനെതിരെ വലിയ രീതിയിലുള്ള അയാളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിൽ, അധിക്ഷേപിക്കുന്ന രീതിയിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ വരെ മുന്നോട്ട് വരിക. എന്താണ് ഇവരുടെ താല്പര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇവർക്കെന്താ ഈ പരാതിക്കാരിയുടെ ഭാഗം മാത്രം കേട്ടാൽ മതിയോ? പോരല്ലോ. നിഷ്പക്ഷമാണെങ്കിൽ 2 ഭാഗവും കേൾപ്പിക്കണം. അതല്ലേ വേണ്ടത്. അതല്ലാതെ പരാതിക്കാരിയുടെ ഭാഗം മാത്രം കേട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേൾക്കാതെയുള്ള ഈ ഏർപ്പാട് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഫെനി നൈനാൻ തൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്, താൻ പലപ്പോഴായി മാധ്യമങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ അവരതിനെ കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്ന്. എന്താ? അപ്പോൾ ഒരു അജണ്ടയുണ്ട്. രാഹുലിന് അനുകൂലമാകുന്ന ഒന്നും പുറത്തു വരാൻ പാടില്ല. രാഹുലിനെ പ്രതികൂലമായി അയാളെ ക്രൂരനാക്കുന്ന എല്ലാം പൊടിപ്പും തുങ്ങലും അവരവരുടെ ഇഷ്ടത്തിന് പൊടിപ്പും തുങ്ങലും ഒക്കെ ചേർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനെ കരിവാരിത്തേക്കാനുള്ളതൊക്കെ നിങ്ങൾ വേണ്ടുവോളം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ആരോ ലൈസൻസ് കൊടുത്ത് വിട്ടതുപോലെയാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും രാഹുലിനെതിരെയുള്ള പരാതി അത് ഇങ്ങനെ ഉയർന്നു പൊന്തി നിൽക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന കേസിനെ പ്രതികൂലമായി വാദിക്കുന്ന ഒന്നും തന്നെ ആർക്കും വേണ്ട, ആരും അത് താല്പര്യപ്പെടുന്നുമില്ല, അല്ലേ? ഇപ്പോൾ ഈ ഫെനി നൈനാന് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വിടുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഈ ഹോട്ടലിൽ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ കണ്ടത് 408 നമ്പർ റൂം അത് ബുക്ക് ചെയ്തത് യുവതിയാണ്. ആ റൂം ബുക്ക് ചെയ്യുമ്പോൾ യുവതിക്ക് ഒപ്പമുള്ള ആളുടെ പേര് രാഹുൽ മാങ്കൂട്ടം എന്നല്ല. ഇതൊക്കെ കോടതിയിൽ വലിയ പ്രാധാന്യമുള്ള തെളിവുകളാണ്. ആ തെളിവുകളും ആ കാര്യങ്ങളും ഒന്നും വാർത്താമാധ്യമങ്ങളിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അജണ്ട ആരൊക്കെയോ ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട്. അത് രാഹുലിനെതിരെയുള്ള അജണ്ടയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.